റിയൽ ഇൻഫോബിറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുമല്ലോ. റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. വാങ്ങാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് റേഷൻ കൈപ്പറ്റുക. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ റേഷൻ വിതരണത്തിനായുള്ളൂ. മഞ്ഞ, പിങ്ക്, നീല റേഷൻ കാർഡുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. തുടർച്ചയായി 3 മാസം റേഷൻ വാങ്ങിയിട്ടില്ല എങ്കിൽ അവരുടെ റേഷൻ കാർഡ് വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റുന്നതാണ്. അതായത് മുൻഗണനേതര റേഷൻ കാർഡുകളായി മാറുന്നതാണ്. കഴിഞ്ഞ മാസം ഇത്തരത്തിലുള്ള 60,000 ആളുകളുടെ റേഷൻ കാർഡുകളാണ് മുൻഗണനേതര കാർഡുകളിലേക്ക് മാറ്റിയിട്ടുള്ളത്. റേഷൻ വാങ്ങാത്തവർക്ക് നോട്ടീസ് നൽകുകയും വിശദീകരണം തേടുകയും ചെയ്യുന്നു. ന്യായമായ കാരണങ്ങൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അടുത്തതായി റേഷൻ കടയുടെ പ്രവർത്തന സമയത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ വർഷം വേനൽക്കാലത്ത് പ്രവർത്തന സമയത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. എന്നാൽ ഈ വർഷം ആ മാറ്റങ്ങൾ ഇല്ല. രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ രാത്രി 7 മണി വരെയുമാണ് പ്രവർത്തന സമയം. റേഷൻ വാങ്ങാൻ വരുന്നവർ കയ്യിൽ മൊബൈൽ ഫോൺ കരുതുക. കാരണം ഈ മാസത്തെ റേഷൻ ഒരാഴ്ച വൈകിയാണ് തുടങ്ങിയിട്ടുള്ളത് എങ്കിൽ കൂടി ഇതിനിടയ്ക്ക് കുറേ അവധി ദിവസങ്ങൾ ഉള്ളതിനാൽ സർവർ ഹാങ് ആവാൻ സാധ്യതയുണ്ട്. മൊബൈൽ ഫോണിൽ OTP സ്വീകരിച്ചുകൊണ്ട് റേഷൻ കൈപ്പറ്റാവുന്നതാണ്. അടുത്തതായി മസ്റ്ററിങ്ങിനെ കുറിച്ചുള്ള കാര്യമാണ്. മസ്റ്ററിങ്ങിനെ കുറിച്ച് പുതിയതായുള്ള അറിയിപ്പൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇനി ഇലക്ഷൻ കഴിഞ്ഞാൽ മാത്രമേ മസ്റ്ററിങ് നടത്താൻ കഴിയൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാന അറിയിപ്പ്, എല്ലാ മാസവും 1-ാം തീയതി മുതൽ 19-ാം തീയതി വരെ ഗുരുതര രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾക്ക് ഓഫ്ലൈനായി അപേക്ഷിക്കാവുന്നതാണ്. ഈ മാസം അപേക്ഷിക്കേണ്ട സമയം കഴിഞ്ഞു. അടുത്ത മാസവും 1-ാം തീയതി മുതൽ 19-ാം തീയതി വരെ അപേക്ഷിക്കാവുന്നതാണ്. മറ്റുള്ളവർക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾക്ക് അപേക്ഷിക്കാൻ ഓൺലൈനായി മാത്രമേ കഴിയുകയുള്ളൂ. എന്നാൽ അത് സർക്കാർ അപേക്ഷ ക്ഷണിക്കുമ്പോൾ മാത്രമേ അപേക്ഷിക്കാവൂ. ഇപ്പോൾ അതിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടില്ല. കൂടുതൽ ഒഴിവുകൾ വരുമ്പോഴാണ് അങ്ങനെ അപേക്ഷ ക്ഷണിക്കുക. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റിയൽ ഇൻഫോബിറ്റ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.